സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ശബരിമല മുൻ തന്ത്രി കണ്ഠര് രാജീവര്. ശബരിമലയിലെ യുവതി പ്രവേശനത്തെ എതിർത്തതുകൊണ്ടുള്ള പ്രതികാര നടപടിയാണ് തനിക്കെതിരെ ഉണ്ടായതെന്ന് ജാമ്യഹർജിയുടെ വാദത്തിനിടെ രാജീവര് കോടതിയെ അറിയിച്ചു. ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നത്. തന്നെ കേസിൽ കുടുക്കുകയായിരുന്നു. ശബരിമല യുവതി പ്രവേശന വിധിയുണ്ടായപ്പോൾ ആചാരലംഘനം പാടില്ലെന്ന നിലപാട് സ്വീകരിച്ചു. അതിൽ സർക്കാരിന് തന്നോട് രോഷമുണ്ടായിരുന്നുവെന്നും തന്ത്രി കണ്ഠര് രാജീവര് കോടതിയിൽ പറഞ്ഞു. സർക്കാരിന്റെ താൽപര്യപ്രകാരം അന്ന് സന്നിധാനത്ത് സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ ചില മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചിരുന്നു. താൻ അതിനെ ശക്തിയുക്തം എതിർത്തു. ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരെ തന്നോട് രോഷമുണ്ടായിരുന്നു. ഭരണകക്ഷിയിലെ പലർക്കും തന്നോട് പകയുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിക്കും പങ്കുണ്ടെന്ന വാദം മെനഞ്ഞതെന്നും കണ്ഠര് രാജീവര് ആരോപിക്കുന്നു. ശബരിമല ക്ഷേത്രം എല്ലാ ദിവസവും തുറക്കാനുള്ള നീക്കവും ഉണ്ടായിരുന്നു. അതിനെയും താൻ എതിർത്തു. തനിക്കുണ്ടായിരുന്ന പരിചയത്തേക്കാൾ കൂടുതൽ അടുപ്പം മന്ത്രിമാർ അടക്കമുള്ള രാഷ്ട്രീയ രംഗത്തെ ഉന്നതർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടായിരുന്നു. ഇത് മറയ്ക്കുന്നതിന് വേണ്ടിയാണ് താനും പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ചിത്രങ്ങളാണ് തെളിവെങ്കിൽ പോറ്റിക്കൊപ്പമുള്ള പല ഉന്നതരുടെയും ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവരും പ്രതികളാകേണ്ടേയെന്നും തന്ത്രി ചോദിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുക്കൾ ശബരിമലയിൽ ജോലി ചെയ്തിരുന്നു. പോറ്റിയുടെ ഭാര്യ പിതാവ് ശബരിമലയിൽ കീഴ്ശാന്തിയായിരുന്നു. ഭാര്യ പിതാവിന്റെ സഹോദരൻ ശബരിമലയിൽ ഗാർഡായും ജോലി ചെയ്തിട്ടുണ്ട്. പോറ്റിക്ക് ശബരിമലയിൽ വരാൻ ഇങ്ങനെ ബന്ധമുണ്ടായിരുന്നു. ഈ വിവരങ്ങളടക്കം SIT അന്വേഷണത്തിന്റെ എല്ലാ ഘട്ടത്തിലും മാധ്യമങ്ങളിൽ നിന്ന് വരെ ഒളിപ്പിച്ചു വെച്ചു. താൻ വഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയതെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇക്കാര്യങ്ങളെല്ലാം മറച്ചുപിടിച്ചതെന്നും തന്ത്രി കണ്ഠര് രാജീവര് കോടതിയിൽ ആരോപിക്കുന്നു.